യോഗ്യതയിലെ പ്രതിസന്ധി വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാണ്. എന്നാൽ പെട്ടെന്നൊരു മാറ്റം അധ്യാപകരെ ബാധിക്കുന്നതിനാൽ 2012 മുമ്പ് നിയമിക്കപ്പെട്ടവർക്ക് സർക്കാർ ഇളവ് നൽകിയിരുന്നു. എന്നാൽ 2025 സെപ്റ്റംബർ മാസം 1 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി ഇത്തരം ഇളവുകളുടെ നിരാകരിക്കുകയും കേട്ടറ്റില്ലാത്തവരെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇത് 20,000-ഓളം അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന വിഷയമായി മാറി. കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ അധ്യാപകരെ സംരക്ഷിക്കാൻ സർക്കാർ വഴി കണ്ടെത്തിയിരിക്കുകയാണ്. വിധിപ്രകാരം 2 വർഷം കേട്ടറ്റ് പാസ്സാകാൻ സമയം നൽകുന്നുണ്ട്. ആ സമയം വരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അതിനാൽ 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടണമെന്ന വ്യവസ്ഥയിൽ 2025 സെപ്റ്റംബർ 1 മുൻപ് നിയമനം ലഭിച്ചവരും സമാന യോഗ്യതകളായ നെറ്റ്, സെറ്റ്, MPhil, PhD എന്നിവ ഉള്ള എല്ലാവർക്കും ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം നേടിയതിനു ശേഷം തീരുമാനം കൈക്കൊള്ളുന്നതാണ്. അതിൻ്റെ ഉത്തരവ് കേട്ടറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 1/9/2025 പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായത്തെ തുടർന്ന് സമാന യോഗ്യത, അതായത് സെറ്റ്, നെറ്റ്, MEd, MPhil, PhD ഉള്ളവരും 1/9/2025 മുൻപ് മാനേജർമാർ നിയമിച്ചിട്ടുള്ളവരും എന്നാൽ നിയമന അംഗീകാരം ലഭിക്കാത്തവരുമായ അധ്യാപകരെ അവർ മറ്റു വിധത്തിൽ യോഗ്യതയുണ്ടെങ്കിൽ അവരുടെ നിയമന അംഗീകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള 2 വർഷത്തെ കാലയളവിനുള്ളിൽ പരാമർശം 5 പ്രകാരമുള്ള കേട്ടറ്റ് യോഗ്യത നേടണമെന്ന വ്യവസ്ഥയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്ന റിവിഷൻ പെറ്റീഷൻ്റെ ഉത്തരവിനും വിധേയമായിട്ടായിരിക്കും എന്ന വ്യവസ്ഥയിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമന അംഗീകാരവും നൽകേണ്ടതാണ്. അതായത് സുപ്രീം കോടതി വിധി വന്നതിന് മുമ്പുള്ള UID കുട്ടികളുടെ എണ്ണം, തസ്തിക സംരക്ഷണം. സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൃത്യമാക്കാൻ UID ആധാർ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ മൂലമോ അപേക്ഷ നൽകിയിട്ടും കാർഡ് ലഭ്യമാക്കാത്തത് മൂലമോ കുട്ടികളുടെ എണ്ണത്തിൽ ഉൾപ്പെടാതെ വന്നു. ഇത് തസ്തിക നഷ്ടപ്പെടുന്നതിലേക്കും അധ്യാപകർ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിലേക്കും നയിച്ചു. ആധാർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ്റെയും ജോലി പോകരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് 2025 ജൂലൈ 14 വരെ ആധാറിനായി അപേക്ഷിച്ച EID ഉള്ള കുട്ടികളെയും തെറ്റുകൾ തിരുത്താൻ അപേക്ഷിച്ചവരെയും പരിഗണിച്ച് തസ്തിക പുനർനിർണ്ണയിക്കാൻ ഉത്തരവിട്ടു. ഇതിലൂടെ പുറത്തുപോയ പല അധ്യാപകരെയും തിരിച്ചെടുക്കാൻ സാധിക്കും. സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്ത പറഞ്ഞല്ലേ ഞാൻ നമ്പർ, അതെ. ഈ ഇപ്പോൾ ഇത് ബാധിക്കുന്നത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് 293 മാനേജ്മെൻറ്റ് വരും. വ്യക്തിഗതമായിട്ട് വരുന്ന സിംഗിൾ മാനേജ്മെൻറ്റ് 1771 വരും. ആകെ 2064. അധ്യാപകർ 20-26 ഇടയിൽ വരും. അതൊരു അന്തിമ കണക്ക്, അത് ഡെയിലി വൈസും കൂടെ കണക്കാക്കേണ്ടി വരും. അതാണ് ഈ കണക്ക് പറഞ്ഞത്. നമുക്ക് നമ്മൾ കണക്കെടുത്ത് വന്നപ്പോൾ ഒരു 20,000 പുറത്ത് വരെ വരുന്നുണ്ട്. ഈ ഡെയിലി വേജസും കൂടെ മാനേജ്മെൻറ്റ് എണ്ണം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് 293, വ്യക്തിഗത സിംഗിൾ മാനേജ്മെൻ്റ് ഉണ്ട് 1771, അങ്ങനെ ആകെ 2064. റിപ്പോർട്ട് ചെയ്തവരുടെ കണക്കാണ്. എന്തോ എന്താ തോന്നുന്നത്? തിരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പല്ല, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?
അത് അല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഉപദേശം അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇല്ല, നമ്മളെന്തായാലും ഒരു ശരിയായ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഇനി ഇതിനെ നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് യോജിച്ച് ഇത് നടപ്പിലാക്കി ഈ സാധാരണക്കാരായിട്ടുള്ള ഈ പാവങ്ങൾ രക്ഷപ്പെട്ടോട്ടെ. അങ്ങനെയുള്ള ഒരു സമയമല്ലേ എടുക്കുന്നത്. ഇനി വീണ്ടും എന്തിനാണ് നെഗറ്റീവായിട്ടുള്ള തെരഞ്ഞെടുപ്പൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ എത്രയോ പേർക്ക് പത്രക്കാർക്ക് സംശയമുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സംശയമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരെയും സംശയം തീർത്തുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തു, അത്ര തന്നെ. അതിൽ പെശകുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, നിങ്ങൾക്ക് എഴുതാം. പെശകില്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ നമ്മളെ പിന്തുണച്ച് നമുക്ക് ഒരു അഭിനന്ദനം നൽകുക. അതൊക്കെ നമ്മളെ മനുഷ്യരല്ലേ ചിലപ്പോൾ താമസിച്ചു പോകുന്നു. അപ്പം നമ്മളെ അത് നമ്മളപ്പോൾ ഇത് പിന്നെ അപ്പം തന്നാൽ പോരെ, കുഴിയെണ്ണേണ്ട കാര്യമുണ്ടോ? അല്ല, അത് അത്ര ഉത്കണ്ഠപ്പെടേണ്ട ഒരു പ്രശ്നവുമില്ല. അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ നമ്മൾ കൊടുക്കാമെന്ന്. അത് തീരുമാനം അങ്ങനെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായിട്ടില്ല. നമ്മളത് ഇനി 2-3 ക്യാബിനറ്റേ ഉണ്ടാവുള്ളൂ. നോക്കട്ടെ എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളവരും. അല്ല, അവർക്ക് നമ്മൾ ശമ്പളം കൊടുത്തോണ്ടിരിക്കുകയല്ലേ, അതൊക്കെ വരും. ഇല്ലില്ല, അതായത് സുപ്രീം എന്നല്ലോ കേട്ടറ്റ് ഇല്ലാത്തവർ വരെ മറ്റ് ഈ സമാന തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരെ അത് അംഗീകരിക്കുന്നില്ല. സമാന തുല്യം അംഗീകരിക്കില്ല, കേട്ടറ്റേ അംഗീകരിക്കുന്നുള്ളൂ. അതൊന്നും അംഗീകരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആ വിധി വന്നതിന് ശേഷം അവർ പറഞ്ഞു വെച്ചാൽ, ഈ വിധി വന്ന് 2 വർഷത്തിനകം ഇത് എഴുതിയെടുത്തില്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഒരു പരീക്ഷയെപ്പറ്റി സെക്രട്ടറി പറയും, നമ്മൾ വിചാരിക്കുന്നത് ഈ വിധി വരുന്നതിന് തൊട്ട് മുമ്പ് പിന്നെ ഉദ്യോഗത്തിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് കേട്ടറ്റ് ഇല്ലെങ്കിലും സമാന തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അംഗീകരിച്ചുകൊണ്ട് അവർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എഴുതി പരീക്ഷ പാസ്സാവണമെന്ന നിലയിൽ അവർക്ക് അംഗീകാരം കൊടുക്കുകയാണ്. പറയുന്നുണ്ട് അതിനൊരു പരീക്ഷ ഇപ്പോൾ നമ്മൾ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സംശയം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഈ പെൻ നമ്പർ ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് നമ്മൾ ഇളവ് കൊടുക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറിൽ തന്നെ പെൻ നമ്പർ ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അത് മാൻഡേറ്ററി ഫീൽഡ് ആക്കാതെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സോ പെൻ നമ്പർ ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം എന്നതും കൂടി ഇതിലേക്ക് അറിയിക്കുകയാണ്. അനീഷ, എല്ലാ വർഷവും പരീക്ഷ നടത്തുകയാണെന്ന്. സർവീസിൽ ഉള്ളവർക്കും സർവീസ് അതെ, അത്രയേ ഉള്ളൂ. എങ്ങനെ കൊടുക്കും? അതെ, അല്ല അതൊരു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അല്ല, അന്ന് കോടതി വിധി താമസിച്ചല്ലേ വന്നത്. നമ്മളിപ്പോൾ കോടതി വിധിയല്ലേ പിന്നെ ഇതായിട്ട് എടുത്തിരിക്കുന്നത്.
2010 അല്ല, ആ വിധി അംഗീകരിക്കുന്നു. നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പ് ഈ വിധി വരുന്നതിന് മുമ്പുള്ളവരുണ്ടല്ലോ. ഈ 2 വർഷത്തിനുള്ളിൽ കേടെറ്റ് പിന്നെ പരീക്ഷ പാസ്സാകാത്തവരെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞൊരു വിധിയുണ്ടല്ലോ, സർവീസിലുള്ളവർക്ക് ബാധകമായിട്ടുണ്ട്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ വിധിക്ക് തൊട്ട് പിറകെ പിന്നെ വിധിക്ക് മുമ്പ് പിന്നെ പ്രവേശനം നേടിയവർക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് നമ്മൾ. ഇപ്പം വകുപ്പിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, എല്ലാം സുപ്രീം കോടതി ഹൈക്കോടതി നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് നോക്കണോ, എനിക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ഇവിടെ ഈ പിന്നെ PSC റാങ്ക് ഹോൾഡേഴ്സ് ഒരുപാടുണ്ട്. നമ്മൾ അവർക്ക് പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിലിപ്പോൾ സംവരണം ചെയ്തിട്ടുള്ള സീറ്റിലത്തേക്ക് നിയമിക്കാൻ വേണ്ടി പറ്റില്ല. ഈ കുട്ടികളെല്ലാം കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ഇൻ്റർ ഡിസ്ട്രിക്റ്റിനായിട്ടുള്ള ഒഴിയുന്ന സീറ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡൈൻ ഹാർനസ് സീറ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എങ്കിൽ പോലും നമ്മൾ വേക്കൻസി വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിലും കുറച്ച് പേര് രക്ഷപ്പെട്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ലിസ്റ്റും ആവശ്യകതയും തമ്മിൽ വളരെ വ്യത്യാസം കിടക്കുകയാണ്. അതാണ് പ്രശ്നം. അതൊക്കെ ഇത് ഏത് റാങ്ക് ലിസ്റ്റ്? രാവിലെ വരുമ്പോഴെല്ലാം എല്ലാ DDമാരെ എല്ലാ AIമാരെ എല്ലാ DUമാരെയും ഒക്കെ വിളിച്ച് അവരെ ബോധ്യപ്പെടുത്തി വിടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യത്തിൽ ഇനി വേക്കൻസി റിപ്പോർട്ടിങ്ങിൻ്റെ പ്രശ്നമില്ല, ഇനി പുതിയ വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്കും അറിയാം. ഞാൻ അവരോട് 2 ചർച്ച നടത്തി റാങ്ക് ഹോൾഡേഴ്സോട്. UPSC കാര്യത്തിൽ ഒന്നുകൂടി അവർ പറയുന്ന ആൻറ്റിസിപ്പേറ്ററി വേക്കൻസി ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യാതെ ഉണ്ടെന്ന് പറഞ്ഞു. അത് മിനിസ്റ്റർ തന്നെ DDs നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ഒരു 2 days സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ LP കാര്യത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ പ്രശ്നമല്ല, ഇനി പുതിയ വഴികൾ. ബിക്കോസ് ലാസ്റ്റ് ലിസ്റ്റിൽ കുറേ അഡ്വൈസ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ്, അത് നമുക്ക് നോക്കുന്നുണ്ട്. ഈ പിന്നെ അനീഷ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഈ കേടെറ്റ് ഭിന്നശേഷിയുടെ സാമ്പത്തിക ബാധ്യത, പുതിയ സാമ്പത്തിക ബാധ്യത ഇല്ല. കാരണം അതാത് വർഷം തസ്തിക നിർണ്ണയത്തെ അനുവദിച്ച തസ്തികകളാണ് ഈ തസ്തികകൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. ഇപ്പം അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അതിന് ഒരു മാസം ഇനിയിപ്പോൾ ഈ ഇതിന് ഇപ്പോൾ കഴിയില്ല. നോക്കട്ടെ, എന്തെങ്കിലും നമുക്ക് പോകുന്നതിന് മുമ്പേ അതും കൂടെ തീർത്തിട്ട് പോകാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കട്ടെ. അത് ഫിനാൻസിൽ കൊടുത്തു ഓൾറെഡി എല്ലാം കളക്ടർ അല്ലെ. നിങ്ങൾ വളരെ കറക്റ്റ് ഇൻഫർമേഷൻ ആണല്ലോ. ഫൈനാൻസ് ഇരിക്കുന്നുള്ളവരെ എനിക്ക് കിട്ടിയ ഒരു എന്താണ് കിട്ടിയത്, അതിന് മുമ്പേ കിട്ടിയിരിക്കുന്നു ഇവിടെ. എൻ്റെ പരാതി എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ എന്നെ ഒന്ന് കാണട്ടെ, ഞാൻ നോക്കാം. നമ്മൾ സമസ്ത വിഷയങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇതുപോലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ കൊണ്ട് തട്ടെ, നമുക്ക് പരിശോധിക്കാം, ഉറപ്പായിട്ട് പരിശോധിക്കാം. ഒന്ന് പറഞ്ഞേക്ക്. ഇല്ല, ആ കാര്യത്തിൽ നമ്മൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. ബിക്കോസ് പ്രൊമോഷൻ കാര്യത്തിൽ ഹയർ ഗ്രേഡ് കൊടുക്കാൻ പറ്റാത്ത ശ്രദ്ധയിൽ വന്നിരുന്നു. പ്രൊമോഷൻ പാടില്ല എന്നാണ്, അതാണ് പ്രശ്നം. അതുകൊണ്ട് ലീഗൽ ഒപ്പീനിയൻ നമ്മൾ നേടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 1,92,000 അധ്യാപകർ, 45 ലക്ഷം വിദ്യാർത്ഥികൾ, അവരുടെ സ്റ്റാഫ്, അവരുടെ പ്രൊമോഷൻ, അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ, ഇതെല്ലാം കൂടെ ഇതിന് വലിയ കോംപ്ലിക്കേറ്റഡ് പിടിച്ച വകുപ്പാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ എത്തിച്ചേച്ചാൽ നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണ ഉള്ളതുകൊണ്ടാണ്. പാഠപുസ്തകം നേരത്തെ കൊടുത്താൽ കുറ്റം, നേരത്തെ കൊടുത്തില്ലെങ്കിൽ കുറ്റം.
പാഠപുസ്തകത്തിൻ്റെ കനം ഒന്ന് കൂട്ടി നമ്മുടെ മക്കൾ നട്ടൽ വേദന കുറയ്ക്കാമെന്ന് വെച്ചാൽ അത് കുറ്റം. SSLC പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതിന് ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ ആ പ്രോസസ്സ്. 2-3 മാസക്കാർ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. മന്ത്രിക്ക് പോലും അറിഞ്ഞുകൂടാ എവിടെയാണ് കൊടുത്ത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അത് ചില ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയുകയല്ലേ, 25% ഉത്തരവും നിങ്ങൾക്ക് വളരെ പ്രയാസപ്പെടേണ്ടി വരും, നിങ്ങളെല്ലാവരും തോക്കാനുള്ള സാധ്യതയാണുള്ളത്. അതോടുകൂടി കുട്ടികളുടെ എല്ലാ മാനസികാവസ്ഥ വലിയ പ്രശ്നമായി. ഞാനീ ഏതാ നേരത്തെ നടപടി എടുത്തു, കുറച്ച് ദിവസം ഇല്ലായിരുന്നു. ഇപ്പോഴും നടപടി എടുക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം വെല്ലുവിളിയില്ല. അപ്പം എന്തിന് ഇറങ്ങിയാലും പ്രശ്നമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്താ ബാറും കുട്ടികളും നമ്മൾ യോജിക്കില്ല. വേറെ വല്ലവരും ആരുടെയും വേണമെങ്കിൽ നോക്ക്. തൊഴിലാളികളുണ്ട്. അതെ അതെ. രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞ് നിങ്ങളറിഞ്ഞ അതല്ല, അദ്ദേഹം പറഞ്ഞ് ഈ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട് വലിയ പ്രശ്നമായിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ NH ഇറങ്ങി നടക്കാൻ പറ്റില്ല. LDFൻ്റെ റോഡ്, MC റോഡിൽ ഇറങ്ങാൻ പറ്റില്ല, മലയോര റോഡിലിറങ്ങാൻ പറ്റില്ല, വിഴിഞ്ഞത്തോട്ട് പോകാൻ പറ്റില്ല, അവിടെ വിഴിഞ്ഞം ഹാർബർ. പിന്നെ ബസ് ഓടെയാണ്, അതിൽ LDF ഗവൺമെൻറ്റിൻ്റെ ബസ്സിൻ്റെ പരസ്യം, കിഫിയുടെ പരസ്യത്തിൻ്റെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എല്ലാവർക്കും പിന്നെ അത് നല്ല പ്രചരണം കൊടുക്കുന്നതിന് വേണ്ടി, അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. എൻ്റെ എത്ര മണിക്കൂറാണ് പോയിട്ടുള്ളത്, കൂലിയില്ലാത്ത ജോലി. പിന്നെ പാഠപുസ്തകം സ്കൂളിൽ പോകാമെന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും സ്കൂളിൽ വലിയ സ്കൂൾ കെട്ടിടം, രമേശ് ചെന്നിത്തല മണ്ഡലത്തിലും വലിയ സ്കൂൾ കെട്ടിടം. അപ്പോൾ അതുകൊണ്ടിപ്പം പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ടാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് സീരിയൽ കാണാൻ വേണ്ടി ഇരിക്കുന്നത്. അവിടെ LDF ഗവൺമെൻറ്, അവിടെ LDF ഗവൺമെൻറ് നേട്ടം. അല്ല, അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PRD ഏതെങ്കിലും പത്രത്തെ ഒഴിവാക്കിക്കൊണ്ടുവരുന്ന ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടോ? എല്ലാവരുമായിട്ട് സൗഹാർദ്ദമായിട്ടാണ് പോകുന്നത്. പിന്നെ ഏത് ഗവൺമെൻറ്റാണ് PRD എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെയ്ത കാര്യങ്ങൾ പറയാത്തത്? ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഗവൺമെൻറ്റല്ലേ കേന്ദ്രം ഭരിച്ചത്. എന്തുമാത്രം പരസ്യമായിരുന്നു. KC വേണുഗോപാൽ അടുക്കളയിൽ കയറി പോകുന്ന കണ്ടാത്തോന്ന് ആദ്യമായിട്ടാണ് ഈ കപ്പയെ കാണുന്നത്. എന്നിട്ട് ഒരു മത്തി എടുത്ത് ഇങ്ങനെ പൊക്കി നോക്കുക. അത് ഈ കപ്പ ആദ്യമായിട്ടാണ് വേണുഗോപാൽ കാണുന്നത്, അടുക്കള ആദ്യമായിട്ടാണ് വേണുഗോപാൽ കാണുന്നത്, പിന്നെ മത്തി ആദ്യമായിട്ടാണ് വേണുഗോപാൽ കാണുന്നത്. ഈ കപ്പയ്ക്കും അടുക്കളയ്ക്കും മത്തിക്കൊന്നും ഹോട്ടലിലെന്നുള്ള ഒരാൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഗിഗ് വർക്കേഴ്സ് ഉണ്ടല്ലോ, ഒരു പാവപ്പെട്ട ഗിഗ് വർക്കറെ വിളിച്ച് നിർത്തിയിട്ട് അയാൾക്ക് ഒരു പൈസയെല്ലാം കൊടുത്തിട്ട് അയാൾ സ്കൂട്ടറിൻ്റെ പുറകെ കയറി ഇരിക്കുന്നത്. ഗിഗ് വർക്കേഴ്സിനെതിരായിട്ട് കർണാടകത്തിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ. ഇവിടെ 20 കോടി രൂപയാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗിഗ് വർക്കേഴ്സിന് അത് ഞങ്ങളുടെ അന്ന് ലേബർ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ വാസുകി. ഞങ്ങളൊരു നിയമം നിർമ്മിച്ചു, അത് അസംബ്ലിയിൽ വന്നിട്ടില്ല. ഗിഗ് വർക്കേഴ്സിന് അവർ ഇപ്പം ബോയ്സ് ആൻഡ് ഗേൾസ് ധാരാളമുണ്ട്. അവർക്ക് പിന്നെ ഉച്ച സമയത്തൊക്കെ തങ്ങുന്നതിന് വേണ്ടി, വിശ്രമിക്കുന്നതിന് വേണ്ടി വിശ്രമ കേന്ദ്രങ്ങൾ കെട്ടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്നും ഇവർ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ ആരോ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ അടുക്കളയിൽ കയറി പിന്നെ കപ്പയും മത്തിയും നോക്കിയാൽ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കാൻ വേണ്ടി പറ്റുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്.
എന്നാൽ പിന്നെ അവസാനിപ്പിക്കാം. ശരിയാണ്, അവിടെ പിന്നെ ആശുപത്രിയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ പരിശോധിക്കാൻ വേണ്ടി പിന്നെ ലേബർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് തൊഴിലാളികൾ വന്നിട്ട് പോകുന്ന ആശുപത്രിയാണ് പേരൂർക്കട അടക്കമുള്ള ആശുപത്രി എന്ന് പറയുന്നത്. ഒന്ന് നമുക്ക് സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഫണ്ട് തരേണ്ടത്, അവർ തരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്തായാലും അതൊന്നും ഒരു കാരണമല്ല ഈ ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിന്. ജീവനക്കാർ തമ്മിലുള്ള തർക്കം എന്തായാലും സെക്രട്ടറി റിപ്പോർട്ട് കിട്ടിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കും. നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുള്ള ഇല്ല, നമുക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുത്തേ. അല്ല സർക്കാർ അല്ലെന്ന നമ്മുടെ സമയത്തൊന്നും അല്ലെന്ന് തോന്നുന്നു കൊടുത്തത്. ആണോ? അല്ല, എന്താ അവിടെ ഉണ്ടായതിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കാം. അല്ലാതെ ഇപ്പോൾ അവിടെ 1-2 പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. ബെസ്റ്റ് സ്ഥലമാണ്, ബെസ്റ്റ് സ്ഥാപനമാണ്. അത് ശരി തന്നെ. ഡി ജിക്ക് വല്ലതും പറയണ്ടോ? വാസവിക്ക് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഒപ്പുവെച്ചൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും പറയണ്ടേ? പക്ഷെ നമ്മുടെ പൈസ കിട്ടുന്നില്ല കേട്ടോ. 1500 കോടി രൂപ കിട്ടും. ഇപ്പം തന്നെ ഇവിടെ തിരക്ക് കാരണം ക്യാബിനറ്റ് ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുക ഉണ്ട്, ലെറ്റുണ്ട്. എന്നാൽ അവസാനിപ്പിക്കാം. ഉത്തരവിൻ്റെ കോപ്പി വേണമെങ്കിൽ ഇതിലിട്ടയ്ക്കാം. ഉത്തരവുകളുടെ കോപ്പി അയച്ചു തരാം. സൈൻ ചെയ്ത് കൊടുക്കാം, ഗ്രൂപ്പിൽ കൊടുക്കാം.